SK എഡ്യൂക്കേഷൻ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ടൂട്ടാ പഹിയയുടെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. अपने पक्ष के असत्य जानते हुए भी बड़े बड़े महारथी अकेली निहत्ती आवाज को अपने ब्रह्मास्त्रों से कुचल देना चाहे. इन पंक्तियों के आशय पर चर्चा करे. ഈ വരികളുടെ ആശയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ആൻസർ. हिंदी के प्रमुख कवि धर्मवीर भारती की कविता टूटा पहिया की पंक्तियां है ये. അതായത് നമ്മൾ പഠിച്ച ടൂട്ടാ പഹിയയുടെ പങ്ക്തികൾ വരികളാണ് മുകളിൽ പറഞ്ഞിട്ടുള്ളത്. दुरूह चक्रव्यूह में अभिमन्यु फंस जाता है. अक्षौणी सेना उसे घेर लेती है. युद्ध क्षेत्र में निशास्त्र गढ़े योद्धा से लड़ना अधार्मिक माना जाता था. അതായത് ദുരൂഹ ചക്രവ്യൂഹത്തിൽ അഭിമന്യു അകപ്പെടുന്നു. അക്ഷൗണി സൈന്യം അയാളെ വളയുന്നുമുണ്ട്. യുദ്ധക്കളത്തിൽ നിരായുധനായി നിൽക്കുന്ന യോദ്ധാവിനോട് യുദ്ധം ചെയ്യുന്നത് അധാർമികമാണ്. പക്ഷേ ഇവിടെ ഈ നിയമങ്ങളെല്ലാം അറിയാമായിരുന്നിട്ടും എല്ലാ മഹാരഥന്മാരും ഒരുമിച്ച് അഭിമന്യുവിനോട് യുദ്ധം ചെയ്യുന്നു. लेकिन यहाँ से सभी नियम जानते हुए भी सभी महारथी എല്ലാ മഹാരഥന്മാരും एक साथ ഒരുമിച്ച് अभिमन्यु से लोहा लेता है. हमारा समाज की हालत भी ऐसी है. നമ്മുടെ സമൂഹത്തിൽ അവസ്ഥയും ഇതുതന്നെയാണ്. शासक वर्ग ഭരണവർഗം अपनी इच्छा से सभी काम करते हैं. ഭരണവർഗം തങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. इसके विरुद्ध आवाज उठाने वाला शोषित जन को वे कुचल डालते हैं. ഇതിനെതിരെയായി ശബ്ദമുയർത്തുന്ന ചൂഷിതരായ ജനങ്ങളെ അവർ കുചൽ ഡാൽത്തെ ഹേ ചവിട്ടി മെതിക്കുന്നു. ശാസക് വർഗ് ഭരണവർഗം അപ്പനെ ദേശ് കെ ലോഗോം കി തങ്ങളുടെ രാജ്യത്തെ ജനങ്ങളുടെ ഭലായി കേലിയെ നന്മയ്ക്ക് വേണ്ടി കാം കരേത്തോ പ്രവർത്തിക്കുകയാണെങ്കിൽ പ്രവർത്തിച്ചാൽ ഹമാരി സബി സമസ്യാവും നമ്മുടെ എല്ലാ സമസ്യകളും പ്രശ്നങ്ങൾക്കും ഹൽ ഹോ ജായേം പരിഹാരം ആകും. തബ് മേം രഥ് കാ ടൂട്ടാ ഹുവാ पहिया उसके हाथों में ब्रह्मास्त्र से लोहा ले सकता हूं. അപ്പോൾ ഞാൻ രഥത്തിന്റെ പൊട്ടിയ ചക്രം അവന്റെ കൈകളിൽ ब्रह्मास्त्रത്തെ നേരിട്ടു. इन पंक्तियों में चर्चित पौराणिक संदर्भ वर्तमान परिवेश में कहाँ तक प्रासंगिक है. ഈ വരികളിൽ പറയുന്ന പൗരാണിക സന്ദർഭം, അതായത് അഭിമന്യു തൻ്റെ പൊട്ടിയ രഥചക്രം കൊണ്ട് മഹാരഥന്മാർ ഉപയോഗിച്ച ബ്രഹ്മാസ്ത്രത്തെ നേരിട്ടു എന്ന് പറയുന്ന ആ പൗരാണിക സന്ദർഭം ഇന്നത്തെ ചുറ്റുപാടിൽ എത്രമാത്രം പ്രസക്തമാണ്. ഈ വരികൾ യേ ഹിന്ദി മേ പ്രമുഖ കവി ധർമ്മവീർ ഭാരതി കി കവിത ടൂട്ടാ पहिया से ली गई पंक्तियां है. അതായത് ഈ വരികൾ പ്രമുഖ കവിയായ ധർമ്മവീർ ഭാരതിയുടെ ടൂട്ടാ പഹിയയിൽ നിന്നും എടുത്തതാണ്. പങ്ക്തിയാം എന്ന് പറഞ്ഞാൽ വരികൾ. इसमें टूटा पहिया कहता है कि मुझे टूटा हुआ पहिया समझकर मत फेंकना. ഇവിടെ ടൂട്ട പഹിയ എന്താ പറയുന്നത്? മുജെ എന്നെ പൊട്ടിയ ചക്രമാണെന്ന് വിചാരിച്ച് വലിച്ചെറിയരുത്. കുരുക്ഷേത്ര में महारथियों के ब्रह्मास्त्र से लोहा लेने के लिए वीर अभिमन्यु ने आखिर मेरा सहारा लिया था. കുരുക്ഷേത്രത്തിൽ മഹാരഥന്മാർ ബ്രഹ്മാസ്ത്രം കൊണ്ട് അഭിമന്യുവിനെ നേരിട്ടപ്പോൾ
അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹത്തെ സഹായിക്കാനായിട്ടുണ്ടായത് പൊട്ടിയ ചക്രമായ എന്നെയാണ്. शासक वर्ग अपने अधिकार और शक्ति से आम जनता की आवाज और जरूरतों को कुचल देते वक्त ഭരണവർഗം തങ്ങളുടെ അധികാരവും ശക്തിയും ഉപയോഗിച്ച് സാധാരണ ജനങ്ങളെ ജനതാക്കി സാധാരണ ജനങ്ങളുടെ ശബ്ദത്തെയും ആവശ്യങ്ങളെയും കുചൽ ദേത്തെ വക്ത് ചവിട്ടി മെതിക്കുന്ന സമയത്ത് मानव मूल्यों की सहायता से हम उस शोषण से बच पाए. മാനവമൂല്യം മാനുഷിക മൂല്യങ്ങളുടെ സഹായം കൊണ്ടാണ് നമ്മൾ ആ ചൂഷണത്തിൽ നിന്നും രക്ഷപ്പെടുന്നത്. ആജ് ബി ഇന്നും ശാസക് വർഗ് ഭരണവർഗം അസഹായോം കി പുക്കാർ നെഹി സുൻതാ ഹേ നിസ്സഹായരുടെ പുക്കാർ വിളി രോദനം അവർ നെഹി സുൻതാ ഹേ അവർ കേൾക്കുന്നില്ല. ഇസ് അവസർ പർ ഈ അവസരത്തിൽ മാനവ് മൂല്യ ഹി മാനുഷിക മൂല്യങ്ങൾ തന്നെയാണ് ആം ആദ്മി കെ കാം ആത്താ ഹേ സാധാരണ മനുഷ്യന് പ്രയോജനപ്പെടുന്നത്. ഈ അവസരത്തിൽ മാനുഷിക മൂല്യങ്ങൾ തന്നെ ആണ് എന്നാണ് ഇന്നത്തെ ചുറ്റുപാടിൽ ഇത് ആശയം പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ ഇതിഹാസോं की सामूहिक गति सहसा झूठी पड़ जाने पर क्या जाने सच्चाई टूटे हुए पहियों का आश्रय ले. इन पंक्तियों से कवि क्या बताना चाहते हैं. ഈ വരികളുടെ അർത്ഥം എന്താണ്? ചരിത്രത്തിൽ ഇതിഹാസോം കി സാമൂഹിക ഗതി ചരിത്രത്തിൽ സാമൂഹിക ഗതി സഹസ പെട്ടെന്ന് തെറ്റായി മാറുമ്പോൾ ജൂട്ടി പട് ജാനെ പർ ക്യാ ജാനെ ആർക്കറിയാം സച്ചായി സത്യം സത്യത്തിനെ മാനുഷിക മൂല്യങ്ങളാകുന്ന തകർന്ന ചക്രത്തെ ആശ്രയിക്കേണ്ടി വരുന്നു എന്ന്. ഈ വരികളിലൂടെ കവി എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? हिंदी के प्रमुख कवि आंसर हिंदी के प्रमुख कवि ധർമ്മവീർ ഭാരതി की कविता है टूटा पहिया. ഹിന്ദിയിലെ പ്രമുഖ കവിയായ ധർമ്മവീർ ഭാരതിയുടെ കവിതയാണ് टूटा पहिया. चक्रव्यूह में फैजे अभिमन्यु पर सभी महारथी टूट पड़े. निशास्त्र और अकेले अभिमन्यु की आवाज को महारथियों ने ब्रह्मास्त्रों से कुचल दिया. तब अभिमन्यु ने रथ का टूटा पहिया से उन ब्रह्मास्त्रों से लोहा लिया. അതായത് ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട അഭിമന്യുവിനെ സബി മഹാരഥിയും എല്ലാ മഹാരഥന്മാരും കൂടി ആക്രമിച്ചു. നിരായുധനും ഒറ്റയ്ക്കുമായ അഭിമന്യുവിൻ്റെ ശബ്ദം മഹാരഥന്മാർ അവരുടെ ബ്രഹ്മാസ്ത്രങ്ങൾ കൊണ്ട് ചവിട്ടി മെതിച്ചു. കുജൽദിയ ചവിട്ടി മതിച്ചു. അപ്പോൾ അഭിമന്യു രഥത്തിന്റെ തകർന്ന ചക്രം കൊണ്ട് രഥക്കെ ടൂട്ടേ പഹിയേ സേ രഥത്തിന്റെ തകർന്ന ചക്രം കൊണ്ട് ആ ബ്രഹ്മാസ്ത്രങ്ങളെ നേരിട്ടു. ഉൻ ലോഗോനെ യുദ്ധ കി ധാർമ്മികത ഭൂൽക്കർ ആ ജനങ്ങൾ ആ മഹാരഥന്മാർ യുദ്ധത്തിന്റെ എല്ലാ ധാർമ്മികതയും ഭൂൽക്കർ മറന്നിട്ടാണ് ഐസേ കിയാദ അങ്ങനെ ചെയ്തത്. ഇസി പ്രകാർ ഇപ്രകാരം മാനവ് സംസ്കൃതി കെ ഇതിഹാസ് കെ സാമൂഹിക് ഗതി ഇപ്രകാരം മനുഷ്യ സംസ്കാരത്തിന്റെ ചരിത്രത്തിൽ സാമൂഹിക ഗതി പെട്ടെന്ന് തെറ്റായി മാറുമ്പോൾ ജബ് ഏക് ജൂട്ടി പട് ജാത്തി ഹേ പെട്ടെന്ന് തെറ്റായി മാറുമ്പോൾ തബ് അപ്പോൾ സച്ചായി കോ ശായത് മാനവ് മൂല്യ രൂപി ടൂട്ടേ पहिയ का സഹാര ലേന പടുത്താ ഹേ അതായത്
ചരിത്രത്തിൽ സാമൂഹിക ഗതി പെട്ടെന്ന് തെറ്റായി മാറുമ്പോൾ സച്ചായി സത്യത്തിനെ മാനുഷിക മൂല്യങ്ങളാകുന്ന തകർന്ന ചക്രത്തെ സമാജ് മേ शोषण और असमत बढ़ते वक्त आम जनता को मानव मूल्य को सहारा लेना पड़ता है. അതായത് സമൂഹത്തിൽ സമാജമേ ശോഷൻ ഓർ അസമത്ത് ചൂഷണവും അസമത്വവും ബഡ്ത്തെ വക്ത് വർദ്ധിക്കുമ്പോൾ ആം ജനത സാധാരണ ജനങ്ങൾക്ക് മാനുഷിക മൂല്യങ്ങളുടെ മാനവ മൂല്യക്കോ സഹാര ലേന പടുത്താ ഹേ സഹായം തേടേണ്ടി വരുന്നു. ഇനി ഈ പാഠഭാഗത്തു നിന്നും വരുന്ന മുൻ പരീക്ഷകളിൽ വന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും കൂടാതെ ഒരു ടിപ്പണിയും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഈ വീഡിയോ